السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമൻറ്റ് ബോക്സിൽ ദുആ വസിയത്തുകളെ എഴുതി അറിയിച്ചവർ, വാട്സപ്പിലേക്ക് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, ഫോൺ വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിട്ട് വന്നുകൊണ്ട് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ്. അവരെ ഹലാലായ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ്. അവരെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. പൂവണീച്ചു കൊടുക്കണേ അല്ലാഹ്. പൂവണീച്ചു കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് തക്കതായ പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. തക്കതായ പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇരു വീട്ടിലും അല്ലാഹുവേ അവർക്ക് നീ കാവലേക്കണേ അല്ലാഹ്. ഇരു വീട്ടിലും അല്ലാഹുവേ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ബർക്കത്ത് നീ ചൊരിയണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഇരു വീട്ടിലും അല്ലാഹ് അവർക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. അവർക്ക് നീ വിജയം നൽകണേ തമ്പുരാൻ. അവർക്ക് നീ വിജയം നീ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങളുണ്ട്, ഈ മജ്ലിസിന്റെ സേവകർ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിന്റെ പ്രചാരകരുണ്ട്. അല്ലാഹ് അല്ലാഹുവേ നീ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകളോ എടങ്ങേറുകളോ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ഇതിനായിട്ടുള്ള മജ്ലിസ് നമ്മൾ ധാരാളം അതിൻ്റെ അമലുകൾ പറഞ്ഞതാണ്. ധാരാളം പ്രാവശ്യം അതിൻ്റെ അമലുകൾ പറഞ്ഞ് ധാരാളം അത് ആളുകൾ സ്വീകരിച്ചു. അതിന് വലിയ റിസൾട്ട് അവർക്ക് ലഭിച്ചു, വലിയ റിസൾട്ട് അവർക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ധാരാളം ചെറുപ്പക്കാർ ഇത്തരം പ്രയാസത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ജോലി തടസ്സം, ധാരാളം ആളുകൾ അത്തരം പ്രയാസത്തിൽ വലിയതായിട്ട് ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്. പഠനങ്ങൾ കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, എല്ലാ കോഴ്സും കഴിഞ്ഞ്, അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ്, അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവർക്ക് ലഭിച്ചു. പക്ഷേ ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഒരു ഹൈറായ പഠിച്ചതിനനുസരിച്ചുള്ള ഒരു ഹൈറായ ജോലി ലഭിക്കുന്നില്ല. നിങ്ങളെ വിസിറ്റിങ്ങിന് പോയി, അവിടെ റൂമില്ലാണ്ട് ജോലി CV എല്ലാ ഷോപ്പുകളിലും എല്ലാ കമ്പനികളിലും CV കൊടുത്തു, വിളിക്കുന്നില്ല, വിളിച്ച് ലഭിക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, ജോലി തടസ്സം. ഇന്ന് നമ്മൾ ധാരാളമായിട്ടത് കണ്ടുവരികയാണ്. എന്നെ സമീപിക്കുന്ന ധാരാളം ആളുകൾ പറയുന്നതാണ്, മകൻക്ക് ഹൈറായൊരു ജോലിയില്ല, ഭർത്താവിന് ഹൈറായ ജോലിയില്ല. അങ്ങനെ പറയുന്ന ജോലി തടസ്സങ്ങൾ ധാരാളമായി നമ്മളിന്ന് കണ്ടുവരികയാണ്. അതിന് പറ്റിയൊരു അമല് ഇതിൻ്റെ മുന്നേയുള്ള മജ്ലിസിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുൻകഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ പറഞ്ഞിരുന്നു 12,000 ബിസ്മിയുടെ അമല്. 12,000 ബിസ്മിയുടെ അമല് ധാരാളം ആളുകൾ അത് സ്വീകരിച്ചു.
അതിന് വലിയ റിസൾട്ടുകൾ കണ്ടു. കാരണം ധാരാളം ആളുകൾ അത് കണ്ടിരുന്നു. ആ മജ്ലിസ് കണ്ട് അത് സ്വീകരിക്കുകയും ആ മജ്ലിസിന്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം, ധാരാളം അതിൽ ആളുകൾക്ക് അത് റിസൾട്ട് ലഭിച്ച ഒരു അമലാണ് 12,000 ബിസ്മിയുടെ അമല്. മുന്നുള്ള മജ്ലിസിൽ പറഞ്ഞിരുന്നു 12,000 ബിസ്മിയുടെ അമല്. ഇൻഷാ അല്ലാഹ് അത് കാണാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് പിൻ ചെയ്തു വെക്കാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക്, അത് കാണാനുള്ള ലിങ്ക് ഇൻഷാ അല്ലാഹ് വെക്കാം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മുകളിലും ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നിങ്ങൾക്കത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ മജ്ലിസ് വ്യക്തമായിട്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, രീതിയിലാണ് ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാഹ് അത് വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇനി അതും വേണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകും. അതുപോയി ക്ലിക്ക് ചെയ്ത് പോയി കണ്ടാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കമൻ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. കാരണം ധാരാളം ആളുകൾ അതിങ്ങനെ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നവർ നേരിട്ട് വിളിച്ച് ഞങ്ങളെ 12,000 ബിസ്മി ചൊല്ലി മകൻക്ക് ഹൈറായ ജോലി ലഭിച്ചു, 12,000 ബിസ്മി ചൊല്ലി ഭർത്താവിന് ഹൈറായ ജോലി ലഭിച്ചു, 12,000 ബിസ്മി ചൊല്ലി ഞങ്ങളെ എനിക്ക് ഹൈറായ ജോലി ലഭിച്ചു. അങ്ങനെ പറയുന്ന ധാരാളം ആളുകൾ ആ മജ്ലിസ് കണ്ടിട്ട് ഇങ്ങനെ നിരന്തരം വിളിക്കുകയാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇതിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയത്. ധാരാളം ആളുകൾ അത്രയും പ്രതിസന്ധിയിലാണ്. തങ്ങളെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ കൺസൾട്ടിങ് ദിവസം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ നിന്ന് വന്നുകൊണ്ട് പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് റാഹത്തായി കുടുംബമൊത്ത് സന്തോഷത്തോടുകൂടിയും റാഹത്തോടുകൂടിയും ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. ഹൈറായൊരു ജോലി, പ്രവാസിയാണ്, പ്രവാസ ലോകത്ത് ഹൈറായൊരു ജോലി, ഒരു ഹൈറായൊരു സാലറി, കുറയാത്ത ഒരു ഹൈറായൊരു സാലറി ആ യുവാവിനുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നു. പെട്ടെന്നാണ് എല്ലാം നഷ്ടമായത്. പെട്ടെന്ന് ഇതെല്ലാം നഷ്ടമായി. അതിൽ വലിയ പ്രയാസമാണ്. തങ്ങളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതായിരുന്നു, അതിൽ നിന്ന് ഒഴിവാക്കി, എല്ലാം നഷ്ടമായി. ഇപ്പോൾ വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ്. കുറേ ആ കമ്പനിയിൽ തന്നെ ജോലിക്ക് വേണ്ടി വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു, വേറെ പല കമ്പനിയിലേക്കും ഞാൻ അപ്ലൈ ചെയ്തു, ഒന്നും എനിക്ക് ലഭിക്കുന്നില്ല. ഇതിൽ എന്താണ് എൻ്റെ പ്രയാസം എന്ന് അറിയാൻ വേണ്ടി, അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, ഇതിലെന്തെങ്കിലും തടസ്സങ്ങളോ, ഇതിലെന്തെങ്കിലും സിഹറോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കണ്ണേറോ, അല്ലെങ്കിൽ നാപ്പോരോ, എന്തെങ്കിലും പൈശാചികമായ ഉപദ്രവങ്ങൾ ഇതിൽ വന്നു ചേർന്നിട്ടുണ്ടോ തങ്ങളെ എന്നറിയാൻ വേണ്ടി ആ യുവാവ്, അദ്ദേഹം എൻ്റെ അടുത്തേക്ക് കഴിഞ്ഞ കൺസൾട്ടിങ് ദിവസം വന്നിരുന്നു. അങ്ങനെയുള്ള ധാരാളം കേസുകൾ ജോലി സംബന്ധമായിട്ട്, ഓഫീസിൽ ഹൈറായ ജോലി ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടമായി. ഒരു ഹൈറായ ജോലി എനിക്ക് ലഭിക്കണം, പഠനം കഴിഞ്ഞു, ഇനി ഒരു ഹൈറായ ജോലി ലഭിക്കണം. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ 12,000 ബിസ്മിയുടെ അമൽ ചെയ്ത് ധാരാളം ആളുകൾക്ക് വലിയ റിസൾട്ട് കിട്ടിയതാണ്. അതോടൊപ്പം ചെല്ലാൻ പറ്റിയ ഒരു അമലിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ പരിചയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾക്ക് ജോലി തടസ്സങ്ങളാണ്. അല്ലാഹുവേ, ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്, ഹൈറായൊരു ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. സാലറിയിൽ വർധനവില്ലാത്തവർ, സാലറി തുച്ഛമാണ്, അതിൽ നിന്ന് ഒരു ഗ്രാഫ് കൂടി മുകളിലേക്ക് വരാൻ വേണ്ടി, സാലറിയിൽ വർധനവുണ്ടാവാൻ വേണ്ടി ഞാൻ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത്? ധാരാളം ആളുകൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആളുകൾ സമീപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള പ്രയാസത്തിൽ മജ്ലിസ് കാണുന്നവരുണ്ടാകും, മജ്ലിസ് കാണുന്നവരുടെ ഭർത്താക്കന്മാരുണ്ടാകും, അല്ലെങ്കിൽ മജ്ലിസ് കാണുന്നവരുടെ മക്കളിലുണ്ടാകും, അല്ലെങ്കിൽ മജ്ലിസ് കാണുന്നവരിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ
വലിയ ഉപകാരപ്പെടണം, ഇത് വലിയ ഉപകാരമായി തീരണമെന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ്. നമ്മൾ ആ അമൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 12,000 ബിസ്മിയുടെ അമൽ കാണാത്തവർ ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിൽ പോയി അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം ചെയ്യാൻ പറ്റിയ ഒരു പവർഫുൾ ആയിട്ടുള്ള അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ധാരാളം ആളുകൾക്ക് അത് വലിയൊരു ഉപകാരമാകും ഇൻഷാ അല്ലാഹ്. ചൊല്ലിയിട്ട് മുജറബായ അമലാണ്, മുജറബായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ പറയുന്നത്. അല്ലാഹുവേ അത് സ്വീകരിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം എന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ ഭാഗ്യം എന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് പറയുന്നതിന് മുമ്പ് അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളുമായി ബന്ധപ്പെടുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തമിഴ്നാട് പോലുള്ള കർണാടക പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്നുമായി ബന്ധപ്പെട്ട് കൺസൾട്ടിങ്ങിന് വരുന്നവർ, പ്രവാസി സുഹൃത്തുക്കൾ ലീവ് എടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്നവർ, അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ, അവരെ ജോലി പ്രയാസങ്ങൾ, ബിസിനസ് പരമായുള്ള കാര്യങ്ങൾ, അവരെ ജീവിത പ്രയാസങ്ങൾ, അതൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നവർ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ, അവിടുന്ന് കൺസൾട്ടിങ് വരുന്നവർ, അവരൊക്കെ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ ഇനി കൺസൾട്ടിങ് ഉള്ളത്, ഇനി വീട്ടിൽ നോട്ടം എന്നാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്, ഞായർ കഴിഞ്ഞ് തിങ്കൾ. എല്ലാ ആഴ്ചയിലെ 2 ദിവസമാണ്, ശനിയും തിങ്കളും. ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കാം. കാരണം ബുക്ക് ചെയ്യാതെ ആരും വരരുത്. കാരണം ദൂരെയുള്ള, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൂരഭാഗങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾ വരുന്നത്. ഇവിടെ ആവുമ്പോഴേക്കും ബുക്കിംഗ് കൂടിയിട്ടുണ്ടാകും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് കൺസൾട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മുൻകൂട്ടി വരുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട്, നീറുന്ന വേവലാതികൾ, ഇടങ്ങേറുകൾ, പ്രയാസം പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവരെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്, അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരിന്മേൽ വന്നുപോയിട്ടുള്ള തടസ്സങ്ങൾ, ഉപദ്രവങ്ങൾ അല്ലാഹ് നീ നീക്കം ചെയ്യണേ അല്ലാഹ്, നീ നീക്കം ചെയ്യണേ അല്ലാഹ്, നീ നീക്കം ചെയ്യണേ അല്ലാഹ്. റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മനസ്സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, മനസ്സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങൾ നീ തുറന്നിട്ട് നൽകണേ അല്ലാഹ്. ഷർറിന്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്, നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ജോലിയുടെ അമൽ എന്താണ്? അമൽ എന്താണ്? ആ ജോലിയുടെ അമൽ എന്താണ്? ധാരാളം ആളുകൾക്ക് ഇത് ചൊല്ലാൻ പറ്റിയ, ചെയ്യാൻ പറ്റിയ അമലാണ്. ജോലി നഷ്ടപ്പെട്ടു പോയവർ, ഹൈറായ ജോലി ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടു പോയവർ, ഒരു ഹൈറായ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ, അതിനുവേണ്ടി തേടുന്നവർ, ജോലിയിൽ സാലറിയിൽ അഭിവൃദ്ധി ലഭിക്കാൻ, ജോലിയിലുള്ള പ്രയാസങ്ങൾ മാറാൻ, ജോലിയിലുള്ള സ്റ്റാഫുമായുള്ള പ്രയാസങ്ങൾ, മുതലാളിയുമായിട്ടുള്ള പ്രയാസങ്ങൾ, അങ്ങനെയുള്ള പ്രയാസങ്ങൾ നീങ്ങാൻ, എല്ലാം കൊണ്ട് ഒരു ഹൈറ് ലഭിക്കാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ ഹൈറായാൽ എല്ലാം നമുക്ക് മനസ്സമാധാനമാണ്. ഹൈറായ ജോലി, അതിൻ്റെ ഹൈറായ ഒരു സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനമാണ്. നമ്മളെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ചു പോകാൻ അത് മതി. അവിടെ ഹൈറ്, അവിടെ ഒരു റാഹത്തുണ്ടാവും, ഒരു മനസ്സമാധാനം ഉണ്ടാവും. എല്ലാ പ്രയാസങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നിങ്ങനെ നീങ്ങും. അതിനു വേണ്ടത് ഒരു ഹൈറായ ജോലി, ഒരു ഹൈറായ ഒരു വരുമാന മാർഗം, ഒരു ഹൈറായ ഒരു വരുമാന മാർഗം അതുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് നമുക്ക് റാഹത്താണ്. അതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ അമൽ നമുക്ക് സ്വീകരിക്കാം.
ഓരോരുത്തരും ഇന്ന് ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിയത്ത് ചെയ്യണം. ഇതാ ഈ മജ്ലിസിൽ നിന്ന് ഇത് ഞാൻ സ്വീകരിച്ചു, 12,000 ബിസ്മി ഞാൻ ചൊല്ലുന്നുണ്ട്, ഈ അമലും കൂടി ഞാൻ സ്വീകരിച്ചു. ഇൻഷാ അല്ലാഹ് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഒരു ഹൈറായ ജോലിയിൽ സാലറിയിൽ അഭിവൃദ്ധി, അവർ ജോലി പ്രയാസങ്ങൾ തടസ്സങ്ങൾ മാറാൻ, ജോലി ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിയ്യത്ത് വെച്ചിരിക്കുന്നു. എല്ലാവരും നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. നമുക്ക് മജ്ലിസ് എന്താണ് അമൽ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു മുജറബായ അമലാണ്. ആളുകൾ സ്വീകരിച്ചിട്ട് അവർക്ക് വലിയ റിസൾട്ട് ലഭിച്ച ഒരു മുജറബായിട്ടുള്ള അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ശ്രദ്ധിച്ചു എങ്ങനെയാണ് ഈ അമലിനെ ചെയ്യേണ്ടത്? ഈ അമലിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓരോ ഫർള് നിസ്കാരത്തിന് ശേഷം ഒരു 100 പ്രാവശ്യം യാ മുഈദു യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പ്രധാനമാക്കപ്പെട്ട ഒരു ഇസ്മ യാ മുഈദു യാ അല്ലാഹ്, യാ ചേർത്ത് യാ മുഈദു യാ അല്ലാഹ് എന്നൊരു 100 പ്രാവശ്യം ചൊല്ലാം. സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരു 100 പ്രാവശ്യം യാ മുഈദു യാ അല്ലാഹ്, ളുഹർ നിസ്കാരത്തിന് ശേഷം യാ മുഈദു യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യം, അസ്ർ നിസ്കാരത്തിന് ശേഷം ഒരു 100 പ്രാവശ്യം യാ മുഈദു യാ അല്ലാഹ്, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഒരു 100 പ്രാവശ്യം യാ മുഈദു യാ അല്ലാഹ്, ഇശാ നിസ്കാരത്തിന് ശേഷം ഒരു 100 പ്രാവശ്യം യാ മുഈദു യാ അല്ലാഹ് എന്ന് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലാം. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 100 പ്രാവശ്യം യാ മുഈദു യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്താക്കപ്പെട്ട ഇസ്മിനെ 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ എന്നിട്ട് ഒരു 15,376 ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 15,376 എണ്ണം എത്തുമ്പോൾ നമ്മളിങ്ങനെ ചൊല്ലി എല്ലാ നിസ്കാരത്തിന് ശേഷം 100 പ്രാവശ്യം ചൊല്ലി ഒരു 15,376 എന്ന എണ്ണം എത്തുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു യാസീൻ ഓതുക, അവിടത്തേക്ക് ഒരു ഫാത്തിഹ ഓതി നേർച്ച ചെയ്തിട്ട് ഇരുകരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി എനിക്കൊരു ഖൈറായ ജോലി ലഭിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ മകൻക്കൊരു ഖൈറായ ജോലി ലഭിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഒരു ഖൈറായ ജോലി ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നീ ദുആ ചെയ്യ്. അല്ലാഹ് നിന്റെ ദുആ സ്വീകരിക്കും. ഒരു ഖൈറായ ഇത് ചൊല്ലി തീരുമ്പോഴേക്കും ഒരു ഖൈറായ ജോലി അല്ലാഹു നിനക്ക് ലഭിക്കും. ഒരു ഖൈറായ ജോലി നിനക്ക് ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷം 100 പ്രാവശ്യം യാ മുഈദു യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലി 15,376 എന്ന എണ്ണം എത്തുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി പേരിൽ സീനോദി നേർച്ച ചെയ്യാ. പിന്നെയോ ഒരു ഫാത്തിഹ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഓതി നേർച്ച ചെയ്യാ. എന്നിട്ട് ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്ത് നോക്ക്, അല്ലാഹ് നിന്റെ ദുആ സ്വീകരിക്കും എന്ന് ഞാൻ പറഞ്ഞതല്ല, ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഇത് മുജറബായിട്ടുള്ളൊരു അമലാണ്. ഇത് മുജറബായിട്ടുള്ളൊരു അമലാണ്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ്. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കാനും ജീവിതത്തിൽ ചെയ്യാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മാസത്തിൽ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ചിട്ടുള്ളത്. ഇന്ന് ശഅബാൻ ഒന്നാണ്. ഈ പുണ്യമാസത്തിൽ തന്നെ ഈ ഒന്നിൽ തന്നെ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെച്ചോ ഇത് ഞാൻ ചൊല്ലും, എന്നിട്ട് എനിക്ക് എൻ്റെ മകൻക്കൊരു ഖൈറായ ജോലി ഇതുകൊണ്ട് ഞാൻ നേടിയെടുക്കും, അല്ലെങ്കിൽ ഭർത്താവിന് ഖൈറായ ജോലി ഇതുകൊണ്ട് ഞാൻ നേടിയെടുക്കും, അല്ലെങ്കിൽ എനിക്കൊരു ഖൈറായ ജോലി ഇതുകൊണ്ട് ഞാൻ നേടിയെടുക്കും, എൻ്റെ ജോലിയിലെ പ്രയാസങ്ങൾ ഇതുകൊണ്ട് ഞാൻ മാറ്റും, തടസ്സങ്ങൾ ഞാൻ അതുകൊണ്ട് മാറ്റും.
ഇത് നോക്ക്, ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ്, ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ്. അതുകൊണ്ടാണ് ഈ സയ്യിദിയം മജ്ലിസിൽ, സയ്യിദിയം കുടുംബത്തിന് ഞാനിത് പകർന്നു നൽകുന്നത്. ധാരാളം അറിവുകൾ, ധാരാളം അമലുകൾ, ധാരാളം ഇൽമുകൾ, ധാരാളം സ്വലാത്തുകൾ ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് നമ്മളിത് പകർന്നു തരാനുള്ള കാരണം അത് മറ്റുള്ളവർക്ക് റിസൾട്ട് ലഭിച്ചിട്ട് ആ അമല് അവരുടെ മേൽ വലിയ എഫക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് മറ്റുള്ളവർക്കും ഇൻഷാ അല്ലാഹ് മജ്ലിസിലൂടെ നമ്മൾ പകർന്നു നൽകുന്നത്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. അതുകൊണ്ട് നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് വലിയ റിസൾട്ട് ലഭിക്കും. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ്. ഈ അമലിദാ ഈ മജ്ലിസിനുള്ള ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഖൈറായ ജോലി മകൻക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഭർത്താവിന് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്. ജോലി തടസ്സങ്ങൾ നീ മാറ്റണേ അല്ലാഹ്. ജോലിയിൽ ഖൈറായ ഒരു സാലറിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. സാലറിയിൽ ഖൈറായ ഒരു അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ നിഅമത്ത് നീ ചൊരിയണേ അല്ലാഹ്, ചൊരിയണേ തമ്പുരാനെ റഹ്മാൻ റഹീമീനായ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാഹ്. അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. നീ വിജയം നീ നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്. ഇതിന്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ്, ഇതിന്റെ സേവകരുണ്ട് അല്ലാഹ്, ഇതിന്റെ വാഹകരുണ്ട് അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. ശർറിന്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്, നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ സ്നേഹിക്കുന്നത് ഇൽമിന്റെ മജ്ലിസാണ് അല്ലാഹ്, ഇൽമു പറയുന്ന വേദിയാണ് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്. നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാ. നീയാണ് ശാഫി തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ശരീരം മൊത്തം നീ കൊയക്കല്ല അല്ലാ. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല അല്ലാ. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ, അതിനുള്ള സമ്പത്തില്ല, ഭൂമിയിൽ കോട്ടേഴ്സിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി മടുത്തു തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട് അല്ലാ. ഹൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എൻ്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹു എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് അല്ലാ. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ, കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല അല്ലാ. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ല അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ല അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ല അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ട് അല്ലാ. നീ അവരെ ഉയർത്തണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത്
ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. തനാസുൽ റെഡിയായിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല അല്ലാ. കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. നീ പരിഹരിക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്ക് മാത്രം അവസ്ഥകൾ നീ കൊടുക്കല്ലോ അല്ലാ. നീ കൊടുക്കല്ലോ അല്ലാ. നീ കൊടുക്കല്ലോ തമ്പുരാനെ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര് ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ് അല്ലാ. നീ അവരെ കാത്തോളണേ അല്ലാ. നീ അവർക്ക് കാവല് കൊടുക്കണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന് സങ്കടങ്ങള്, നീറുന്ന പ്രയാസങ്ങള്, വേവലാതികള്, പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്തേകണേ അല്ലാ. അവർക്ക് ബർക്കത്തേകണേ അല്ലാ. അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ അല്ലാ. അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവല് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണം അല്ലാ. അവരെ കബറിടം നിറാഹത്തിലാക്കണം അല്ലാ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസിലിരുന്ന് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ. 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണം അല്ലാ. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ 2 ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിൽ അതിരറ്റു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തും. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ.